ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പഴം വെച്ചിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ എന്ന ടേസ്റ്റിൽ ഉന്നക്കായുടെ ടേസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ടൈം അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു സ്റ്റീമറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴനെ എടുക്കുക. ഇനി പഴുപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉന്നക്കായൊക്കെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു പഴുത്തിട്ടുള്ള പഴം കൂടുതൽ പഴുപ്പ് കൂടിപ്പോയാൽ ഉന്നക്കായ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, തൊലിയൊക്കെ വിട്ട് വന്നിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പഴത്തിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് കടല റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, കടല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചേർത്തൊന്ന് മാത്രം. അപ്പോൾ കടലൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളറ് മാറി റോസ്റ്റായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അവസാനം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല, വറുക്കാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തിട്ടാവുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഏകദേശം നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് പഴം കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് പഴുപ്പായിട്ടുള്ള പഴമാണെങ്കിൽ, കൂടുതൽ പഴുപ്പ് കൂടാത്ത പഴക്കാണെങ്കിൽ ഈ ഒരു ബ്രെഡ് പൊടിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറുത്ത എള്ളിന് പകരമായിട്ട് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. കാണാനൊന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ തേങ്ങയും ബ്രെഡ് പൊടിയും എള്ളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ അവിടെ ചൂടായി വരുന്ന സമയം കൊണ്ട് ഇനി പഴത്തിൻ്റെ മിക്സിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ പോളിസാക്കി എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ബ്രെഡ് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തത് കാരണം കറക്റ്റായിട്ട് തന്നെ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം പതുക്കെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും ഇതുപോലെ കളറൊന്ന് മാറി ബ്രൗൺ കളറായിട്ട് കിട്ടണം. എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. പിന്നെ ഇതിൽ ബ്രെഡ് പൊടിയൊക്കെ മിക്സ് ചെയ്യുന്നതിന് പകരം ബ്രെഡ് പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.